ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയും. നല്ല ലോജിക് ഉണ്ട്. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. വളരെ നല്ല സ്പീഡുണ്ട്, നിങ്ങൾക്ക് നല്ല കളർ സെൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സ്കില്ലിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ UX UI കരിയറിലേക്ക് പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിലും കരിയറിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലായിക്കോട്ടെ, ഫ്യൂച്ചറിൽ നിങ്ങൾ അവിടെ നിന്നും റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലാംഗ്വേജ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ടീമിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രസന്റേഷൻ പവർ ഉണ്ടാവണം. നിങ്ങൾ UX ഡിസൈനേഴ്സ് ആണ് മിക്കപ്പോഴും മിക്ക ഐഡിയാസും ഒക്കെ പ്രസന്റ് ചെയ്യേണ്ടി വരിക. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ വ്യൂവേഴ്സിന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം നാളത്തെ ടോപ്പ് ഡിസൈനർ ചിലപ്പോൾ നിങ്ങളായിക്കൂടായില്ല.